എൻ്റെ പേര് ജോൺ ഷാരി. ഞാൻ ദുബൈയിലാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ദുബൈയിലാണ്. നമ്മൾ ഈ പെസ്റ്റിസൈഡിൻ്റെയും നാച്ചുറൽ ആയിട്ടുള്ള ഈ വിളകളുടെയും കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ നാച്ചുറലായിട്ടുള്ള വിളയായിരിക്കും നമ്മൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത്. കാരണം ഈ ഒരുതപ്പെട്ട ഈ കുട്ടികളുടെ എല്ലാം അലർജി, അതുമാതിരിയുള്ള സ്കിൻ ഡിസീസ്, ഇതെല്ലാം വരുന്ന ഈ കെമിക്കൽസ് ഈ ഫുഡിനകത്ത് മിക്സ് ആകാതെ വരത്തക്ക രീതിയിലാവുമ്പോൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് വളർന്നു വരാം. ഈ ഇപ്പൊ നമ്മുടെ റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതെ, സെൻട്രൽ ഗവൺമെന്റിലെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിലെ ഓരോ സംസ്ഥാനത്തിനും നീക്കി വെച്ച ഫണ്ടുണ്ട്. പുതിയ വിത്തിനങ്ങൾ, അതുപോലെ തന്നെ വളങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന നേരെ ഫണ്ടുകളുണ്ട്. നമ്മളതിന്റെ വിനിയോഗം നോക്കിയാൽ സംസ്ഥാന സർക്കാരുകൾ അത് വേണ്ട തരത്തിൽ ഉപയോഗിക്കുന്നില്ല. ഈ തരത്തിലെ എല്ലാ കണക്ക് നമ്മുടെ ഇല്ല, അതുകൊണ്ട് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അറിയില്ല. നോക്കിയാൽ അറിയാൻ പറ്റും. സംസ്ഥാന ഗവൺമെന്റ് ഇതുപോലെ വിഹിതം മാറ്റിവെക്കുന്നുണ്ട്. അതും താഴെത്തട്ടിൽ അത് വിനിയോഗിക്കപ്പെടുന്നില്ല. ഏതൊരു കാര്യത്തിനും മുകളിൽ തൊട്ട് താഴേക്കിട്ടുള്ള ആളുകൾ വരെ അവരുടെ മാനസികാവസ്ഥ ഒന്ന് മാറ്റണം. ജല ജീവൻ, ജമീൻ, ജാൻവർ ഇങ്ങനെ പറയുന്ന കുറേ ഉണ്ട്. അത് ജലം, ഭൂമി, മൃഗം, വനം, ഇതെല്ലാം സംരക്ഷിക്കണം എന്നുള്ള ബോധം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ഉള്ളിൽ വളർത്തിയെടുക്കണം. 2, ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു മഹത്വമുണ്ട് എന്ന് മനസ്സിലായി. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകൻ. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകൻ. അത് മാത്രമല്ല മഹത്വം, കൃഷി ചെയ്യുന്നവനും അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കണം. എന്നാലും നല്ല രീതിയിലുള്ള കൃഷിയും ഇത്തരത്തിൽ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. ഞാൻ ഗ്രാമീണ മേഖല ഒരു കർഷകനാണ്. വാഴ കൃഷിയാണ് പ്രധാനമായിട്ടുള്ളത്. എനിക്ക് എല്ലാ രീതിയിലുള്ള വാഴയുണ്ട്. ഈ വാഴയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഏത്തവാഴയായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. 32,000 വാഴ വെച്ചതാ. അവസാനം ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് 30 രൂപ 25 രൂപയൊക്കെയാണ് കിട്ടുന്നത്. പുറത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഴ വരുമ്പോൾ അവർക്ക് അതിൽ കൂടുതൽ ലാഭമായിട്ട് ഓടിക്കാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ ആരെങ്കിലും കർഷകർ അതുപോലെ ഉണ്ടായെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരാ കർഷകരുള്ളത്? ഒരു പണിക്കാരെങ്കിലും ഉണ്ടോ? അന്യ സംസ്ഥാനങ്ങളിൽ വളരെ കൂലി കുറഞ്ഞ് പണിയിക്കാൻ ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ബംഗാളിലല്ലാതെ നമ്മുടെ നാട്ടിൽ ആരും തന്നെ ഇവിടെ പണിക്കാറില്ല. അതാണ് പ്രശ്നം പറ്റുന്നത്. പണിക്കാരില്ല ഇല്ല. പിന്നെ അതുപോലെ കപ്പ കൃഷിയുണ്ട്. കപ്പ പല രീതിയിലുള്ള കപ്പയുണ്ട്. കപ്പയ്ക്ക് വില കിട്ടുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഉൽപ്പാദനങ്ങൾക്ക് വില കിട്ടാത്ത രീതി വരുമ്പോൾ നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഞാൻ അവിടെ പുറം നഗരസഭയിലെ ഒരു കൗൺസിലറാണ്. ഞങ്ങൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ഒത്തിരി പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം എന്തോ ഒരു സബ്സിഡി കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ എന്ത് ചെയ്യാൻ പറ്റും? ആ ചേട്ടൻ പറഞ്ഞ വളരെ ശരിയായ ഒരു കാര്യമാണ്. എനിക്ക് ഒരു 10-15,000 വാഴയുണ്ട്. ഇപ്പൊ 3 കിലോ ഏത്തപ്പഴം 90 രൂപയ്ക്കും 100 രൂപയ്ക്കും വിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലാണ്, ലേബർ കോസ്റ്റ് കൂടുതലാണ്, മറ്റ് ചെലവുകളെല്ലാം കൂടുതലാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഏതിനാണോ വിലക്കുറവ് അതാണ് ഇവിടുത്തെ കൺസ്യൂമേഴ്സ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ നഷ്ടം ആരാണ് സഹിക്കേണ്ടത്? കർഷകർ. 1000 പേർക്ക് വേണ്ടിയിട്ട് ഒരു കർഷകനാണോ ഈ നഷ്ടം സഹിക്കേണ്ടത്? അല്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? അവിടെയാണ് ഗവൺമെൻറ് കർഷകരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഞാനൊരു ക്ഷീരകർഷകൻ കൂടിയാണ്. ഇപ്പോൾ പാലിൻ്റെ ഉൽപ്പാദന ചെലവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45-50 രൂപ വരും. ഇപ്പോഴും എത്ര ക്ഷീര കർഷകർക്ക് ഒരു 45-46 രൂപ വരെ ഇപ്പോഴും 40 രൂപ താഴെ കിട്ടുന്ന കർഷകരുണ്ട്. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ഉൽപ്പാദന ചെലവ് കുറവാണ്. 40 രൂപ താഴെയാണ്. അവിടെ നിന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ പ്രമുഖ ബ്രാൻഡുകളും പാൽ കൊണ്ടുവരുന്നത്. 30-28 രൂപയ്ക്ക് പാല് കൊണ്ടുവരുന്ന പാല് അത് അഡൾട്ടേഡ് ആണോ അല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുമോ നമുക്ക്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.